ഏസിന്റെ ടോപ്പേഴ്സ് മീറ്റില് എന്റെ അടുത്ത് വളരെയധികം സന്തോഷത്തോടെ ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഷിജിത ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയുടെ ജീവിതത്തില് ഇനി എനിക്ക് വയ്യ, ഞാൻ തോറ്റു എന്ന് പറഞ്ഞെടുത്ത ആ ഒരു സമയത്താണ് നമ്മുടെ ഏസിലേക്ക് ചേച്ചി വരാനും അതേപോലെ തന്നെ ഈ ഒരു ടോപ്പർ ആവാനായിട്ട് ഞാൻ പരിശ്രമിക്കുമെന്ന് ആ ഒരു നിശ്ചയദാർഢ്യം ചേച്ചിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. എങ്ങനെയായിരുന്നു ഏസിലേക്ക് വന്നത്? ഏസിന്റെ ആ ഒരു മെന്റേഴ്സിന്റെ ഒക്കെ ഹെൽപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഏസ് ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്? സത്യത്തിൽ ഏസിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു മാറ്റം ഉണ്ടായത്. അതിൽ ഒരു എന്താ പറയുക 90% ഞാനത് ഏസിനെ ആ ഒരു എന്താ ക്രെഡിറ്റ് നൽകുകയാണ്. കാരണം എനിക്ക് ഇവിടെ ഏസിൽ വന്നിട്ടുള്ള അവിടുത്തെ ക്ലാസ്സുകൾ, ഇവിടെ നിന്ന് തരുന്ന മെറ്റീരിയൽസ് അതൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതായത് ഒരു ക്ലാസ് പോലും ഞാൻ മിസ് ചെയ്യാതെ വരാറുണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ഫങ്ഷൻസ് ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ഏസിലെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ. ഏസിന്റെ നല്ല അടക്കം ഒതുക്കമുള്ള ഏറ്റവും നല്ല കുട്ടിയായിരുന്നു അല്ലെ? ഏസ് പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യുള്ളൂ, കാരണം എനിക്ക് ആ ഒരു ടോപ്പറിലേക്ക് എത്തേണ്ടത് എനിക്ക് അത്യാവശ്യമായിരുന്നു. അങ്ങനെയായിരുന്നു ഷിജിത? അതെ. എനിക്ക് ഈ ഒരു ജോലി അല്ലാതെ ഇനി എന്റെ മുന്നിൽ വേറൊരു വഴി ഇല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പൊ എന്തായാലും ആ ഒരു 10 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതിലൂടെ മാക്സിമം ഞാൻ പരിശ്രമിച്ചു. അതോടൊപ്പം ഇവിടുന്ന് തന്ന ആ ഒരു ഫെസിലിറ്റി, അതായത് ഇവിടുത്തെ ഒന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ വരുന്ന എക്സാമുകളായിരുന്നു. ആ എക്സാം ഞാൻ വാശിയോടെയായിരുന്നു ഓരോ എക്സാമും അറ്റൻഡ് ചെയ്തത്. കാരണം നമുക്ക് ആ ഒരു ടോപ്പ് റാങ്കിൽ എത്തണം എന്നുള്ള ഒരു ചിന്ത വന്ന് അങ്ങനെ ആ തരുന്ന ആ ഓരോ പോർഷൻസും കവർ ചെയ്ത് അത് പഠിച്ചു വന്ന് അത് അറ്റൻഡ് ചെയ്യാൻ വളരെയധികം ഉത്സാഹമായിരുന്നു എനിക്ക്. അത് എന്നിൽ കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വഴിയിലേക്ക് എത്തിയത്. എന്തായാലും ആ ഒരു സ്വപ്നത്തിലേക്ക് ഏസ് എത്തിച്ചിരിക്കുകയാണ് അല്ലെ? ഈ ഒരു നിമിഷത്തിൽ ഏസിനോട് എന്താണ് പറയാനുള്ളത്? ഒപ്പം തന്നെ നമ്മുടെ ഇനി വരുന്ന LP UP ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, അപ്പം പരാജയപ്പെട്ടു പോയി എനിക്ക് മതി, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? നമ്മൾ ഒരു കോഴ്സിന് ഇപ്പോൾ ഏസിലാണെങ്കിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്താൽ പോരാ. നമ്മളെ ഭാഗത്തു നിന്നും അതിനൊരു എന്താ പറയുക, നന്നായി നമ്മൾ പരിശ്രമിക്കണം. ഇവിടുന്ന് തരുന്ന മെറ്റീരിയൽസ് അതെ നന്നായി നമ്മൾ നല്ല രീതിയിൽ അത് ഉപയോഗിച്ച് നമ്മൾ പഠിച്ച് മുന്നേറിയ തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് മാക്സിമം മെറ്റീരിയൽസ് തരുന്നുണ്ട്. അതൊക്കെ ഒരുപാട് ഞങ്ങൾ കൊറോണ ടൈമിൽ കമ്പൈൻ സ്റ്റഡി നടത്തിയപ്പോൾ ആ മെറ്റീരിയലാണ് ഞങ്ങളെ കൂടുതലായിട്ട് ഇവിടെ നിന്ന് സഹായിച്ചത്. അതായത് പാഠപുസ്തകങ്ങളുടെ മെറ്റീരിയൽ അതൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പഠിക്കുന്ന കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, തന്നിരിക്കുന്ന മെറ്റീരിയൽസും ഇവിടുത്തെ ക്ലാസ്സുകളും നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുക. അല്ലാതെ ഒരു ക്ലാസ്സിന് വരുന്നുണ്ട് എന്ന് കരുതി നമ്മൾ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യാതെ അതിലൂടെ നമ്മളെയും കൂടി ഒന്ന് മുന്നേറാൻ പരിശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഓഫ്ലൈനിൽ നിന്ന് പഠിച്ച് ജയിക്കുക അത് ഓക്കെ, നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞേക്കാം. പക്ഷെ ഓൺലൈൻ ക്ലാസ്സുകളിൽ അത്രയും ദൃഢമായി കിട്ടുക, അത്രയും സ്ട്രോങ് ആയിട്ട് ആ ഒരു ഓൺലൈൻ സെക്ഷൻസ് കൈകാര്യം ചെയ്യുന്നത് ഏസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഏസിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഏസിൽ പഠിച്ചിറങ്ങിയ ടോപ്പേഴ്സിനെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.